കൂട്ടുകാരിയുടെ വീട്ടിൽ പോയ തങ്കഭായി പിന്നെ തിരിച്ചു വന്നില്ല. ഇടയ്ക്കിടെ കൂട്ടുകാരി മനോരമയുടെ വീട്ടിൽ പോകുന്ന പതിവ് തങ്കഭായിക്കുണ്ട്. അതുകൊണ്ട് വൈകാതെ തിരിച്ചു വരുമെന്ന് മക്കൾ കരുതി. പക്ഷേ ആ കണക്കൂട്ടലുകൾ തെറ്റി. തങ്കഭായിയെ കൂട്ടുകാരുടെ വീട്ടിൽ മരിച്ച നിലയിലാണ് പിന്നീട് കണ്ടെത്തുന്നത്. അവിടെ മുതൽ തുടങ്ങുകയാണ് ആ മരണത്തിലെ ദുരൂഹത. തങ്കഭായിയുടെ മരണം സ്വാഭാവികമല്ല, കൂട്ടുകാരി മനോരമ കൊലപ്പെടുത്തിയതാണ്. അതിൻ്റെ കാരണവും മക്കൾ വിശദീകരിക്കുന്നു. ഈ 2010 മുതൽ ഈ മനോരമ എന്ന് പറയുന്ന ആളുമായിട്ട് അമ്മയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവർ അങ്ങനെ ഈ അമ്മയ്ക്ക് കിട്ടുന്ന കാശെല്ലാം അവർ തന്നെ അവരുടെ കൈവശത്ത് കൂടെയും അവർ പലർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഒരു വീട് വയ്ക്കേണ്ട ക്യാഷ് നിൻ്റെ കയ്യിൽ നിൽക്കുകയാണ്, എനിക്ക് തന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അമ്മ ഞങ്ങൾ ചോദിച്ചപ്പോഴും പറഞ്ഞ് ഇല്ല അവൾ തരും എന്ന് പറഞ്ഞ് ബഹളത്തിനൊന്നും പോവണ്ട, ബഹളം എന്ന് പറഞ്ഞാൽ കേസ് പോകണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ചൊവ്വാഴ്ച അവരുടെ വീട്ടിൽ പോയി, കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. ബുധനാഴ്ച രാവിലെ നമ്മളെ അതെ ഇത്രയുള്ള കാര്യം. തങ്കഭായിയുടെ കയ്യിൽ നിന്നും കൂട്ടുകാരി ലക്ഷങ്ങൾ കടമായി വാങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ തന്ത്രപൂർവ്വം കൂട്ടുകാരി കൊലപ്പെടുത്തി എന്നാണ് മക്കൾ പറയുന്നത്. തങ്കഭായിയെ അവസാനമായി കണ്ട ആ കൂട്ടുകാരിക്ക് ഇനി എന്താണ് പറയാനുള്ളത്? തങ്കഭായി എങ്ങനെയാണ് മരണപ്പെട്ടത്? ഇവിടെ നിങ്ങൾ ഒരു പെട്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാവ സ്ത്രീയുടെ ലക്ഷക്കണക്കിന് രൂപ അടങ്ങി പണവും ആധാരവും എല്ലാ രേഖകളും പെട്ടി. ആ പെട്ടി ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അല്ല, ഈ മുറി പെട്ടി ഇവിടെ ഉണ്ട്. അല്ല, പെട്ടി അതിന് പെട്ടി ഉണ്ടോ? ഒരു സ്ത്രീയെ കൊന്ന പെട്ടി ഇല്ല ഞാനൊന്നും എടുത്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല സാറേ. ഇല്ല, അവരുടെ വീട്ടിൽ രേഖകളിൽ പെട്ടി പോയെന്നാ പറയുന്നത്. എന്തോ എനിക്കറിയില്ല സാറേ, ഞാൻ അവരുടെ വീട്ടിൽ പോയതുമില്ല, അവരുടെ പെട്ടി എടുത്തിട്ടുമില്ല. ഈ തങ്കഭായി എന്ന് പറയുന്ന ആ സ്ത്രീ മരിച്ചു കിടന്ന വീടല്ലേ ഇത്? അതെ എവിടെ മരിച്ചു കിടന്നേ? ഇതിനകത്ത്. എങ്ങനെയായിരുന്നു? ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് ഇവരെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ തട്ടി നോക്കിയത്. അപ്പൊ അവര് അനക്കയില്ല. അപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇവരെന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അപ്പുറത്ത് കാക്കയെ ചെന്ന് വിളിച്ചു. അവരെ വിളിച്ചു കാക്ക 8:30 മണിയോടെ ഞങ്ങൾ സംസാരിച്ച് ചോറും തിന്ന് കിടന്നവരാണ്. എനിക്കറിയില്ല സാറേ, അതുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവര് ഈ പലിശ വാങ്ങാൻ വരുന്നതാണ്. ഈ 65,000 രൂപയുടെ പലിശ വാങ്ങാൻ വരുന്നതാണ്. കടം വാങ്ങിച്ചിട്ടുണ്ട്, 65,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട് സാറേ. അതിന് മാസം തോറും വന്ന് അവര് പൈസ വാങ്ങിച്ചോണ്ട് പോണതാണ്, അല്ലാതെ ഞാൻ അവരെ വീട്ടിൽ പോണതല്ല സാർ. അവര് വൈകിട്ടാണ് വരുന്നത്. അവര് അപേക്ഷയൊക്കെ എഴുതിയിട്ട് പഞ്ചായത്തിൽ നിന്ന് അപേക്ഷയൊക്കെ എഴുതിയിട്ട് അവര് വൈകുന്നേരമാണ് വരുന്നത്. അത് നമ്മൾ ജോലിക്ക് കയറിയ കാലം തൊട്ട് എനിക്ക് അവരെ അറിയാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജോലിയിൽ ഇരുന്നതാണ്, പെൻഷനായ ആളാണ്. ഞാൻ പാറശാല ബ്ലോക്കിൽ ജോലിക്ക് കയറിയപ്പോഴാണ് ഇവരെ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ പെൻഷനായപ്പോൾ ഈ പൈസ കൊണ്ട് കൊടുത്തതാണ് സാറേ. അപ്പോഴവര് വാങ്ങിയില്ല. അവര് പിന്നീടാണ് വന്ന് കുറേശ്ശെ വാങ്ങിച്ചോണ്ട് പോയാണ് ഇത്രയും പൈസ ആക്കി വെച്ചത്. 5 മണിക്ക് ശേഷം വരും. വന്നാൽ പിന്നെ അവര് പോകൂല, രാവിലെ പോകുള്ളൂ. അതൊന്നും എനിക്കറിയില്ല സാറേ. അവര് സന്ധ്യ ആവുമ്പോഴല്ലേ വരുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നോണ്ട് അവരിവിടെ കിടക്കും. അത്ര അല്ലാതെ ഞാൻ അവരെ പെട്ടിയും എടുത്തിട്ടില്ല. നമ്മളൊരു 8:30 മണിയാവും സാറേ കിടന്നപ്പോ. ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്താണ് കിടന്നു. 6 മണി കഴിയും സാറേ. രാവിലെ 6 മണിയാവും. അവര് അനക്കമില്ല. അങ്ങനെ ഞാൻ തട്ടി നോക്കി, അപ്പൊ അവര് ഒരു അനക്കവും ഇല്ല. അപ്പൊ ഞാൻ അതിന്റെ അപ്പുറത്തുള്ള കാക്കയാണ് താമസിക്കുന്നത്, ഒരു ഓണർ. എന്താ അത് ഞാൻ നമ്മൾ 8:30 വരെ സംസാരിച്ചു. അതിനുശേഷമാണ് കിടന്നത്. പിന്നെ ഒരു സംസാരം ഇല്ല. ഞാനും മരുന്നൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഞാനും ഉറങ്ങി. അപ്പൊ ഇവരുടെ പറയുന്നത് ഇപ്പം ചേച്ചി പണ്ട് ഇപ്പൊ ഒരുപാട് ലക്ഷം രൂപ തട്ടിയെടുത്ത് ഒരു പെൻഷനുള്ള സ്ത്രീയാണ്. 10-20,000 രൂപ പെൻഷൻ ഉണ്ട് അവർക്ക്. LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്തില്ല. ആ പൈസ മുഴുവൻ ചേച്ചി തട്ടിയെടുത്തു എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും തട്ടിയെടുത്തിട്ടില്ല എന്റെ പൊന്നു സാറേ. ഞാൻ എടുത്തിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യൂല. എടുത്തിട്ടില്ല. എന്നിട്ട് അവര് ആ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്ലോ പോയിസൺ കൊടുത്തു കൊന്നു. അയ്യോ,
എൻ്റെ പൊന്നെ എനിക്കറിയില്ല അതെന്തൊരു സാധനമെന്ന് പോലും എനിക്കറിയില്ലേ പൊന്നു സാറേ. എന്തൊരു ഇതൊന്നും എനിക്ക് പറയാൻ പോലും അറിഞ്ഞൂടാ. ക്രമേണ മരിക്കുന്ന മരുന്ന് കൊടുത്ത് കൊലപ്പെടുത്തി പറയുന്നത് വീട്ടുകാർ പറയുന്നത്. അതിന് സാറേ അത് എവിടെ നിന്ന് വാങ്ങിക്കണത് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വല്ല മാച്ചിട്ടോട്ടേക്ക് കടകൾ അവര് തിരക്കി പിടിക്കട്ടെ, ഞാൻ പോയി മാച്ചിട്ടുണ്ട്. ഞാൻ മാച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ദൈവം എന്റെ ദേഹമൊക്കെ തളരാണ്. ഇതിനകത്തൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ഇല്ല സാറേ, അങ്ങനെ ഒരു സംഭവമേ എനിക്കറിയില്ല. അപ്പൊ ഇവർക്ക് പെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് 25,000 പെൻഷൻ ഉണ്ട്. എത്ര രൂപ ഉണ്ടെന്ന് എനിക്കറിയില്ല സാറേ, ഒരു പെൻഷൻ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അവരുടെ വീടെന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. തേക്കാതെ മനുഷ്യൻ പോലും കയറാത്ത ഒരു പന്ന വീടാണ്. അതുപോലും തേക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പൈസ കൊടുക്കുമെന്നാ പറയുന്നത് ഇവര്. ഈ സ്ത്രീ, ഈ തങ്കഭായി മറ്റുള്ളവർക്ക് പൈസ കൊടുക്കും. പൈസ അവിടെ പൈസ പല രീതിയിൽ തട്ടിയെടുത്ത് ചേച്ചി ഉൾപ്പെടെയുള്ള ആൾക്കാർ, മനോരമ ചേച്ചി എന്ന് പറയുന്നത് താങ്കൾ ഉൾപ്പെടെയുള്ളത് പറ്റിച്ചെടുത്തെന്നാ പറയുന്നത്. എൻ്റെ പൊന്നെ എനിക്കറിഞ്ഞൂടെ എൻ്റെ പൊന്ന് സാറേ. ഞാനങ്ങനെ അവിടെ നിന്നൊന്നും തട്ടിയെടുത്തിട്ടുമില്ല. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇത്രയും പൈസ വാങ്ങിച്ചിട്ടുള്ള ശരി തന്നെ. അത് 1,10,000 രൂപ വാങ്ങിച്ചിട്ടുള്ളത് കൊടുത്താണ് 65,000 രൂപയിലാക്കി വെച്ചത്. അത് അവരിൽ രേഖയും കാണും. പിന്നെ അവരുടെ പൈസയൊക്കെ ഇങ്ങോട്ട് പോയി. അത് സാറേ എനിക്കെങ്ങനെ അറിയാം സാറേ? എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഇഞ്ഞല്ലേ താമസിക്കുന്നത്, എനിക്കറിയില്ല. അപ്പൊ അവിടെ പെട്ടി കാണാതായെന്ന് പറയുന്നത്. ഇവരുടെ രേഖകളെല്ലാം ഈ പൈസ കൊടുത്ത് ആരൊക്കെയാണ് ആ രേഖകളൊക്കെ അടങ്ങി പെട്ടി, ആ പെട്ടി അവിടെ പോയെന്നായിരിക്കും ചേച്ചിയുടെ സംശയം. അയ്യോ എനിക്കറിഞ്ഞൂടോ സാറേ, ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടില്ല. അവര് മുറിക്കാക്കൾ പോലെ അവര് ഇത്ര മുറിയുണ്ടോന്നില്ല, എനിക്കറിഞ്ഞൂടാ അവരുടെ വീട്ടിൽ. അവര് മിക്കവാറും അത് കാണിച്ചു, തുണി കാണിച്ച് എന്തിനാ വരുന്നവര് ഇവിടെ കൂടി തങ്ങാനുള്ള കാര്യം എന്താ? അല്ല അവരെന്ത് തങ്ങാനുള്ള എന്തൊരു തുണി കൊണ്ടുവന്നല്ലേ പറഞ്ഞവര്? അവര് തുണിക്ക് പലിശക്ക് വരുമ്പോ അന്ന് രാത്രിയൊക്കെയാണ് പറഞ്ഞത്. മോളിൽ നിന്ന് തന്ന തുണികളാണ്, അതൊന്നും കൊണ്ടുപോയിട്ടില്ല. അതാര് തുണിയത്? അത് മേലിലത്തെ അവരാ. അവരെന്തിനാ തരുന്നേ? അവര് ഇവര് കൊച്ചു മക്കൾക്ക് കൊടുക്കാൻ തരുന്നു. അവര് കൊടുക്കാൻ അവര് പക്ഷെ അത് കൊണ്ടുപോകാൻ പറ്റിയില്ലേ? അവര് കൊണ്ടുപോയതുമില്ല സാറേ. വലിയ കൂട്ടുകാരിയായിരുന്നല്ലേ? വലിയ കൂട്ടുകാരിയായിരുന്നു. എത്ര വർഷം പരിചയമുണ്ട്? ഞാൻ 95 പാറശാല ബ്ലോക്ക് കയറി അന്ന് തൊട്ട് പരിചയമുണ്ട്. നല്ലൊരു സ്ത്രീയായിരുന്നു. ഒരു പാവ സ്ത്രീ തന്നെ. അവരെന്നെ ഇങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു, സത്യം. നമ്മളെ ട്രാപ്പിലാക്കുന്ന ഒരു സ്നേഹമായിപ്പോയത്. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചതുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇല്ലേ. എൻ്റെ പൊന്ന് സാറേ, ഞാൻ ചെയ്തിട്ടില്ല. മനോരമ ചേച്ചി എന്ന് പറയുന്ന ചേച്ചി ഈ ഇവരുടെ മക്കളുടെ മുമ്പിൽ ക്രൂരമായ സ്ത്രീയായിട്ട് നിൽക്കുകയാണ്. അവരുടെ അമ്മയുടെ മരണത്തിന് കാരണക്കാരി ചേച്ചിയാണെന്ന് പറയുന്നത്. ഇപ്പൊ എന്തോ പറയാനുള്ളത് അവരുടെ മക്കളോട്? എന്താ പറയുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്നെ കൊണ്ട് കഴിയണ രീതിയിൽ ഞാൻ അവരെ നല്ലതുപോലെ സഹായിച്ചിട്ടേ ഉള്ളൂ. കാരണം ആഹാരമായിരുന്നാലും വണ്ടിക്കൂലി വരെ കൊടുത്താണ് ഞാൻ വിടുന്നത് ഇവിടെ വന്ന. അല്ലാതെ ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ലേ സാറേ. ഈ നിമിഷം വരെ അവരുടെ വീട്ടിലെ ഒരു സാധനവും എനിക്കറിയില്ല. അവരെ പെട്ടിയുണ്ടാകുന്നു എനിക്കറിഞ്ഞൂടെ. അവരെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. അവർ മരിച്ചു കിടന്നപ്പോൾ ചേച്ചി വളരെ സന്തോഷത്തോടെ, മുഖത്തൊക്കെ നല്ല സന്തോഷമായിരുന്നു പറയുന്നത് ഇവിടെ. അയ്യോ ഞാൻ എത്ര ദിവസമായെന്നറിയ സാറേ വല്ലതും കഴിച്ചിട്ട്. അപ്പുറത്തുള്ള എത്തിങ്ങളെടുത്ത് ചോദിക്കണം ചെന്ന്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയില്ലേ? പേടിയുണ്ട് സാറേ. മരിച്ച വീടല്ലേ? ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ കിടക്കാൻ എനിക്ക് പേടി തന്നെ സാറേ. തങ്കമായൊക്കെ ഓർക്കോ? രാത്രി സ്വപ്നത്തിലൊക്കെ വരാറുണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് വയ്യ എൻ്റെ ദൈവമേ. അവരെന്തിനാന്ന് ഈ തുണിയും ഈ കിറ്റും കൊണ്ടിവിടെ വന്നെന്ന് എനിക്കറിഞ്ഞൂടെ. ഇത് തരാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം എന്നെ ഇങ്ങനെ ആക്കാനാണ് അവർ വന്നത്. അല്ലാതെ പിന്നെ ഞാൻ എന്തോന്ന് പറയാൻ സാറേ? നമുക്കൊരു പണിയായില്ലേ? ഓ പിന്നല്ലാതെ. എൻ്റെ മനസ്സുകൊണ്ട് അറിയാത്ത കാര്യങ്ങളും ഇതെല്ലാം എൻ്റെ തലയിലും. എന്നാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ പൊന്നു സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ വീട്ടിലും പോയിട്ടില്ല, അവരുടെ രേഖയും ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവർ ഇവിടെ പഞ്ചായത്തിൽ ജോലിയായിട്ട് അപേക്ഷ എഴുതാതിരിക്കണവർ അവരുടെ വീട്ടിൽ ഞാൻ കയറി പോകുമോ? എന്തിനു പോണത്? എൻ്റെ അടുത്ത് ഈ വിശ്വാസം അച്ഛൻ അവർ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ചേച്ചിയെ പോലെയാണ് അവരെ സ്നേഹിച്ചത്. കള്ളിയാക്കി. അതെ, അത്രയേ ഉള്ളൂ. കള്ളി മാത്രം കൊലപാതകയാക്കി. ഞാൻ നിന്റെ ഇവിടെ കിടക്കൂല. എനിക്ക് പേടി ഇനി ഇവിടെ കിടക്കാൻ. അവരിങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോ പിന്നെ നമ്മളെങ്ങനെ ഇവിടെ താമസിക്കും സാറേ? ഞാൻ എന്റെ സഹോദരത്തിന്റെ ആരെങ്കിലും പിടിച്ചു നിൽക്കട്ടെ.
അയ്യോ വേണ്ട, അത് അവരുടെ സംശയം തീർക്കൊണ്ട് വന്നേ ഉള്ളൂ, വിഷയമില്ല. നിങ്ങൾ ഒരു റൂമിൽ കിടക്കുന്നവർക്ക് ഈ വെപ്രാളം മരണപ്രാളം ഒന്നും അറിഞ്ഞില്ല? ഞാൻ അറിഞ്ഞില്ല സാറേ, സത്യമാണ് സാറേ, ഞാൻ അറിഞ്ഞില്ല. ഞരക്കും പോലും കേട്ടില്ല? ഒന്നും കേട്ടില്ല, ഒന്നും കേട്ടില്ല. അതല്ല, അതെന്താ അറിയാതെ പോയത്? സാറിന് മരണപ്രാളം കാണുമല്ലേ, ഹാർട്ട് അറ്റാക്ക് എന്ത് ദിവസം വന്നാലും? എനിക്കും സാറേ, ഞാൻ ഈ ഗുളികയൊക്കെ കഴിച്ചിട്ട് കിടന്നുകൊണ്ട് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി.